തമ്പുരാനെ എന്ന് വിളിച്ച നാവുകൊണ്ട് ചെറ്റെ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് മനസ്താപമുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് ജഗന്നാഥനാണ്, അപ്പം തമ്പുരാനോട്. എന്നിട്ട് അതേ അപ്പം തമ്പുരാനെ അതേപോലെ പുള്ളിക്കാരൻ നീട്ടി വിളിക്കുകയും ചെയ്തു. അങ്ങനെ തമ്പുരാൻ എന്ന് വിളിച്ച നാവുകൊണ്ട് ചെറ്റ എന്ന് വിളിച്ച ആദ്യ ആൾ ജഗന്നാഥനായി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ജഗന്നാഥൻ അങ്ങനെ വിളിക്കേണ്ടി വന്നത്. ആദ്യ ആൾ ജഗന്നാഥനാണെങ്കിൽ രണ്ടാമത്തെ ആൾ ആരാണ്? എൻ്റെ അഭിപ്രായത്തിൽ ആ രണ്ടാമത്തെ വ്യക്തി പി വി അൻവറാണ്. LDF വിടുന്നതിന് തൊട്ടു തലേ ദിവസം വരെ മറ്റാരുടെയും സമ്മർദ്ദമില്ലാതെ സ്വയം തോന്നി തമ്പുരാനെ എന്ന് വിളിച്ചുകൊണ്ട് നടന്നത് ഈ പി വി അൻവറാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ. അതേ പിണറായി വിജയനെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുൾപ്പെടെയുള്ള നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ച് പിന്നീട് അഭിസംബോധന ചെയ്തതും ഇതേ പി വി അൻവർ തന്നെയാണ്. അപ്പോൾ ശരിയായില്ലേ? തമ്പുരാൻ എന്ന് വിളിച്ച നാവുകൊണ്ട് ചെറ്റ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റു വാക്കുകൾ ഉപയോഗിച്ച് മനസ്താപമില്ലാതെ വിളിക്കുകയായിരുന്നു പി വി അൻവർ. ജഗന്നാഥന് മനസ്താപമുണ്ട്, അൻവറിന് മനസ്താപമില്ല. അതായിരുന്നു വ്യത്യാസം. അങ്ങനെ കഥാപാത്രമായ ജഗന്നാഥന് തുല്യനായി പി വി അൻവർ മാറി. അതേസമയത്ത് മറ്റൊന്നുകൂടി സംഭവിച്ചു, നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ചെറ്റ എന്ന് വിളിച്ച നാവുകൊണ്ട് തമ്പുരാൻ എന്ന് ഇപ്പോൾ നീട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ പി വി അൻവർ മറ്റൊരാളെ. ആരെ? പ്രതിപക്ഷ നേതാവ് VD സതീശനെ. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത് പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ മലയാളികൾ കണ്ടു പരിചയിച്ച ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ ജഗന്നാഥൻ എന്ന കഥാപാത്രത്തിന് തുല്യനാണ് എന്ന് വ്യക്തമാക്കി തരാനല്ല. ഇതുപോലെ നിലപാടില്ലാത്ത മറ്റൊരു രാഷ്ട്രീയക്കാരന് ഈ ഭൂലോകത്ത് കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഒന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്. രണ്ട് വ്യക്തികൾ മറ്റെങ്ങും അഭയം ലഭിക്കാതെ വന്നപ്പോൾ ഇടതുപക്ഷത്ത് വന്ന് കുടിയേറി പാർക്കുകയും അവിടെ നിന്ന് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കൈപ്പറ്റി ഒടുവിൽ അതിലും വലുത് വേണമെന്ന തോന്നലുണ്ടായപ്പോൾ ഒരു മനസ്താപവുമില്ലാതെ മുന്നണി മാറുകയും ചെയ്ത രണ്ടുപേർ. അതിലൊരാളാണ് ഈ പറഞ്ഞ പി വി അൻവർ. മറ്റേ വ്യക്തി AK ആൻ്റണിയുടെ വിശ്വസ്തനായിരുന്ന ചെറിയാൻ ഫിലിപ്പ്. നാണം, മാനം, ഉടുപ്പ് എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ ശരാശരി മലയാളിയെ സംബന്ധിച്ച് എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ്. എന്നാൽ പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ എന്ന് ഇടതുപക്ഷം വിട്ടോ അന്നു മുതൽ ഈ വാക്കുകൾക്ക് യാതൊരു വിശ്രമവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇടതുപക്ഷം വിട്ടതിന് ശേഷം പുള്ളിക്കാരൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു നിലപാട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? UDFിൽ പോകില്ല എന്ന് പറഞ്ഞു നടന്നവൻ UDFിൽ കയറാൻ വേണ്ടി എന്ത് നെറികെട്ട കളിയും കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കേരളീയർ കണ്ടു. പുള്ളിക്കാരൻ CPMനെ തോൽപ്പിക്കാൻ ബംഗാളിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലൊരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റി. LDF വിടുന്നതിന് മുൻപ് കോൺഗ്രസ് നേതാവ് VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പുള്ളിക്കാരൻ ഇടതുപക്ഷം വിട്ടതിനു ശേഷം ആ ഉന്നയിച്ചതിന് പോയി സതീശനോട് മാപ്പ് പറഞ്ഞു. UDFിൽ അംഗമാകാൻ പിന്നാലെ നടന്നെങ്കിലും സതീശൻ മൈൻഡ് ചെയ്യാതെ പുള്ളിയെ വെയിലത്ത് നിർത്തിയത് ആ പുള്ളിയുടെ ഈ പറഞ്ഞ നിലപാടില്ലായ്മ കൊണ്ട് മാത്രമാണെന്ന് LDFിനും അറിയാം, UDFിനും അറിയാം, ഈ കേരളത്തിലുള്ള സകല രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. അങ്ങനെ നിലപാടില്ലായ്മയുടെ കളന്നൽ രാജയായി വാഴുന്ന പി വി അൻവർ ഇപ്പോഴിതാ UDFിൻ്റെ ഭാഗമായിരിക്കുന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതിനിടയിൽ കിട്ടിയ സമയത്തൊക്കെ LDFിനെ പരമാവധി ചൊറിയുന്നു. അങ്ങനെ പല പല നിറങ്ങൾ മാറി മാറി കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അൻവർ ലൈറ്റ് ഇപ്പോൾ കാണിക്കുന്നത് ത്രിവർണ്ണ നിറമാണ് എന്ന് മാത്രം. പക്ഷേ ഈ കൂട്ടത്തിൽ പറയാനൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം LDFിനെതിരെ പുള്ളിക്കാരൻ വച്ച ഒരു വലിയ കെണി മാറി ആ കെണി വച്ച അൻവറിൻ്റെ മുഖത്ത് തന്നെ അടിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ പരിഹാസ കഥാപാത്രമായി മാറിയ പി വി അൻവർ താൻ പരിഹാസ കഥാപാത്രമായി മാറിയത് അബദ്ധവശാൽ സംഭവിച്ച ഒന്നല്ല എന്നുകൂടി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മാസം മുൻപുള്ള പി വി അൻവറിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി അന്ന് മറ്റൊരു ലെവലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പുള്ളി ഇടുന്ന പോസ്റ്റുകൾക്ക് ആവശ്യത്തിലേറെ ലൈക്കുകൾ, അതിനൊപ്പം ഷെയറുകൾ. ഈ പുള്ളിയുടെ വാക്കു കേൾക്കാൻ കാത്തിരിക്കുന്ന ആയിരങ്ങൾ. CPMൻ്റെ സൈബർ പടയുടെ ചുക്കാൻ പുള്ളിയുടെ കൈകളിൽ. കോൺഗ്രസ് ആയാലും UDFിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളായാലും അതുപോലെ BJP ആയാലും കടന്നൽ രാജയായ അൻവറിനെ ചെറിയ പേടിയോടെ മാത്രം കണ്ടിരുന്ന നാളുകൾ. ആ ഒരു സുവർണ കാലത്തിൽ നിന്നാണ് പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ നിലപാടില്ലായ്മയുടെ പടുകുഴിയിലേക്ക് പതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തെ കളിയാക്കാനായി പി വി അൻവർ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ അൻവറിന് തന്നെ വലിയ കുരുവായിരിക്കുകയാണ്. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്ന് അൻവറെ കൊണ്ട് തന്നെ സ്വയം ചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ കുരു.
പണ്ട് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്ന് പറയുന്ന കടക്ക് പുറത്ത് എന്ന പ്രശസ്തമായ വാക്ക് UDF തങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി ഉയർത്തിക്കാട്ടാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വാക്കുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ PV അൻവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കടക്ക് പുറത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനോട് പറയാനുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ എഴുതിയത്. എന്നാൽ ഈ എഴുത്ത് PV അൻവറിന് തന്നെ ഇപ്പോൾ ഒരു പാരയായി വന്നിരിക്കുകയാണ്. കാരണം PV അൻവർ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. എവിടെയാണ് അൻവർ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് 2 മണ്ഡലങ്ങളാണ് നിലവിൽ പറയപ്പെടുന്നത്. ഒന്ന് KT ജലീൽ സിറ്റിംഗ് MLA ആയ തവനൂർ മണ്ഡലവും മറ്റൊന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മത്സരിച്ച് വിജയിച്ച ബേപ്പൂർ നിയമസഭാ മണ്ഡലവും. ഈ 2 മണ്ഡലങ്ങളിൽ എവിടെ മത്സരിച്ചാലും താൻ UDFന് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് PV അൻവറിൻ്റെ വാദം. മാത്രമല്ല UDFിൽ ചേർന്ന PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് തങ്ങൾക്ക് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ വേണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. UDFിലെ അസോസിയേറ്റ് അംഗം എന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസിന് മത്സരിക്കാൻ സീറ്റ് നൽകുമെങ്കിലും അതിൻ്റെ എണ്ണമൊന്നും ഇതുവരെയും UDF തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ PV അൻവർ ആവശ്യപ്പെടുന്നത് പോലെ 3 കിട്ടുമോ അതോ ഒരെണ്ണം കിട്ടുമോ അല്ലെങ്കിൽ ഒന്നും കിട്ടാതിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല. ഇത്തവണയെങ്കിലും ജയിക്കേണ്ടത് UDFിൻ്റെ ജീവൻ മരണ പ്രശ്നമായതിനാൽ 3 കിട്ടിയില്ലെങ്കിലും 2 കിട്ടുമെന്ന് അൻവറിന് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അൻവറിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് ബേപ്പൂരും തവനൂരും തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചേക്കും. കടക്ക് പുറത്ത് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പ്രധാനപ്പെട്ട UDF നേതാക്കൾ ഉയർത്തുന്നതിന് മുൻപ് തന്നെ PV അൻവർ അത് ഉയർത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടിക്ക് സീറ്റ് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. മുദ്രാവാക്യം ഉയർത്തിയതും ഇതുവരെ തെറി വിളിച്ചു കൊണ്ടു നടന്ന സതീശനെ തമ്പുരാനെ എന്ന് വിളിക്കുന്നതുമൊക്കെ പുണ്യം കിട്ടാനൊന്നുമല്ലല്ലോ. സീറ്റ് മാത്രം തന്നെയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിക്കാൻ കൂടിയാണ് PV അൻവർ സമൂഹ മാധ്യമങ്ങളിൽ കടക്ക് പുറത്ത് എന്ന UDFിൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഉപയോഗിച്ചതെങ്കിൽ അതേ രീതിയിലുള്ള മറ്റൊരു മുദ്രാവാക്യം ഈ പറയുന്ന തവനൂർ ബേപ്പൂർ മണ്ഡലങ്ങളിൽ സജീവമായി പ്രചരണത്തിന് എത്തിയിരിക്കുകയാണ്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ബേപ്പൂരിലോ തവനൂരിലോ മത്സരിക്കാൻ വരുന്ന അൻവറിനോട് ഇരിക്കടാ വീട്ടിൽ എന്ന മുദ്രാവാക്യമാണ് LDF ഉയർത്തുന്നത്. ഇരിക്കടാ വീട്ടിൽ എന്ന ബദൽ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് PV അൻവറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. ഏതു മണ്ഡലത്തിൽ PV അൻവർ മത്സരിച്ചാലും അവിടെ UDFിൻ്റെ കടക്ക് പുറത്ത് എന്ന മുദ്രാവാക്യത്തിന് ബദലായി ഇരിക്കടാ വീട്ടിൽ എന്ന മുദ്രാവാക്യം ഉയർന്നു കേൾക്കും എന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ ഈ മുദ്രാവാക്യം അൻവറിന് മാത്രമുള്ള ഓഫറാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതേസമയം LDFിൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവുമായി ഈ അൻവർ മുദ്രാവാക്യത്തിന് യാതൊരു ബന്ധവും കാണില്ല എന്നും LDF പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി ഈ കടക്ക് പുറത്ത് എന്ന മുദ്രാവാക്യത്തിൻ്റെ കാര്യം. കഴിഞ്ഞ ദിവസം സതീശൻ വയനാട് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ വാദങ്ങൾ നിരത്തിയത് നമ്മൾ കണ്ടു. വന്ന് വയനാട്ടിൽ ഉയരുന്ന മുഴുവൻ വീടും സതീശനും സതീശൻ്റെ പാർട്ടിയും ആ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയും വച്ചു കൊടുത്തതാണെന്ന രീതിയിലാണ് കാര്യങ്ങൾ പുള്ളി അവതരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ പറയാൻ പുള്ളിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ ആവശ്യമാണ്. സതീശൻ്റെ തൊലി എന്ന വിഷയത്തിൽ ഒരു ഗവേഷണത്തിനുള്ള സ്കോപ്പും ഇതിലുണ്ട്. സതീശൻ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം പോലുള്ള, അതായത് കോൺഗ്രസിനെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ പറയുന്ന കടക്ക് പുറത്ത് എന്നുള്ളത്. കടക്ക് പുറത്ത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴല്ല, അതൊരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി UDF പറയുമ്പോഴാണ് വിഷയം. അതെങ്ങനെയാണ് വിഷയമാകുന്നത് എന്നും എന്തുകൊണ്ടാണ് UDFിനത് പറയാൻ അർഹതയില്ല എന്ന് പറയുന്നതെന്നും റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ കൃത്യമായി വിവരിക്കുന്നുണ്ട്. വളരെ കുറച്ചു മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ മാത്രം മതി കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർക്ക് കാര്യങ്ങൾ ഒരുവിധം മനസ്സിലാക്കും. കടക്കുപുറത്ത് എന്നുള്ളതുമായിട്ട് വരുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കും. 5 കാര്യങ്ങളെ പറയുന്നുള്ളൂ. 4,4.25 ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ വീട് വെച്ച് കൊടുത്തതിനാണോ കടക്കുപുറത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തി സർക്കാരിനെ പുറത്താക്കേണ്ടത്? 1190 പദ്ധതികൾ, 90,000 കോടി രൂപയ്ക്ക് കിഫ്ബി പദ്ധതികൾ ഓരോ നിയോജക മണ്ഡലത്തിലും അടക്കം നടപ്പിലാക്കിയതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 87 പേർക്ക് ഒരു ദിവസം എന്ന തോതിൽ ഈ പട്ടയം കൊടുത്തതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 119 പേർക്ക് ഒരു ദിവസം എന്ന മട്ടിൽ ഇവിടെ PSC നിയമനങ്ങളടക്കം കൊടുത്തതിന് പേരിലാണോ ഇവിടെ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 0.55% അതിദരിദ്രരെ പോലും കണ്ടെത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയതിനാണോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ധനവിഹിതം കുറയുന്ന ഘട്ടത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തപ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രതിപക്ഷത്തെയാണോ അധികാരത്തിലേറ്റേണ്ടത്? നമ്മളുടെ കടബാധ്യതയിൽ ഇപ്പോൾ 10ാം സ്ഥാനത്ത് മാത്രമാണ്. അത് നമ്മുടെ മുന്നിൽ 9 സംസ്ഥാനങ്ങളുണ്ട്. നികുതി വരുമാനത്തിൽ ദേശീയ ശരാശരിയേക്കാൾ 10% സാമ്പത്തികത മെച്ചപ്പെടുത്തിയതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വികസന
വിഭജനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ തുടരും. ഇനി അതല്ല, വർഗീയ പ്രചരണവും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള കുപ്രചരണങ്ങളുമാണ് തുടരുന്നതെങ്കിൽ മറിച്ചൊരു വിധി. പക്ഷേ അപ്പോഴും ഒരു തരംഗം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല.